ഇവിടെ ഒരു കൊലയാളി മോഷണം നടത്താനായി തന്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ടതും ഇത് കണ്ട നായിക വേഗം തന്നെ ബാത്റൂമിൽ കയറി ഒളിക്കുന്നു. കുറച്ചു നേരത്തിന് ശേഷം അയാളുടെ അനക്കമൊന്നും കേൾക്കാതെ വന്നതോടെ നായിക മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ശേഷം കെട്ടിയിട്ടിരിക്കുന്ന തന്റെ കാമുകനെയും അമ്മയെയും രക്ഷിക്കാനായി പോകുന്നു. അവരുടെ കൈ കേബിൾ ടൈ വെച്ച് കെട്ടിയിട്ടിരിക്കുന്നത് കണ്ട് അവൾ അത് മുറിക്കാനായി ഒരു കത്രിക എടുത്ത് അവിടേക്ക് വന്നതും ഈ സമയം കൊലയാളി വീണ്ടും തിരിച്ചു വന്ന ശേഷം നായികയുടെ അമ്മയുടെ അടുത്ത് മോശമായിട്ടെല്ലാം പെരുമാറി നോക്കുന്നത് കണ്ടതും ഇതിൽ ദേഷ്യം വന്ന നായിക തന്റെ കയ്യിലുള്ള കത്രിക വെച്ച് അയാളെ പിന്നിൽ നിന്നും അറ്റാക്ക് ചെയ്യാനായി നോക്കുന്നു. എന്നാൽ ശക്തിശാലിയായിട്ടുള്ള കൊലയാളി നിമിഷ നേരം കൊണ്ട് നായികയെ അടിച്ചിട്ട ശേഷം അവളെ ആക്രമിക്കാനായി നോക്കിയതും അവൾ വേഗം തന്നെ വീടിന്റെ മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ അറയിലേക്ക് കയറുന്നു. കൂടാതെ അയാൾക്ക് തന്നെ ഫോളോ ചെയ്ത് വരാൻ സാധിക്കാതിരിക്കാൻ വേണ്ടി അവൾ മുകളിലേക്ക് കടക്കാനുള്ള ദ്വാരത്തിന്റെ ഭാഗത്ത് ഒരു പെട്ടി എടുത്ത് വെക്കുന്നു. നായിക താൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് ആശ്വസിച്ചിരിക്കുന്ന സമയം കൊലയാളി ഒരു ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് മുകളിലേക്ക് കടക്കാനുള്ള വാതിലിന്റെ ഭാഗത്ത് ഒരു ദ്വാരമെല്ലാം ഉണ്ടാക്കിയ ശേഷം അതിലൂടെ മുകളിലേക്ക് കയറി വരുന്നു. റൂമിൽ കയറിയ ശേഷം അയാൾ ചുറ്റും നോക്കിയിട്ടും എവിടെയും നായികയെ നോട്ടീസ് ചെയ്യാൻ സാധിക്കാതെ വന്നതും അവിടെ മുറിയിലുണ്ടായിരുന്ന ഒരു വെള്ള തുണിയുടെ പുറകിൽ എന്തോ ഒളിച്ചിരിക്കുന്നതായി തോന്നിയതും അയാൾ നേരെ ആ തുണിയുടെ ഭാഗത്തേക്ക് പോകുന്നു. രക്ഷപ്പെടാനായി ഇതാണ് നല്ല അവസരം എന്ന് മനസ്സിലായതും നായിക അയാൾ വാതിലിന്റെ ഭാഗത്തു നിന്നും മാറിയുടൻ തന്നെ ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് ചാടിയ ശേഷം അയാൾ ഇനി പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി ആ വാതിൽ പുറത്തു നിന്നും ഹോക്കി സ്റ്റിക്ക് വെച്ച് പൂട്ടുന്നു.